മീഷോ. അപ്പം നല്ല മഴയാണ്. ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ ബാൽക്കണി ഇരുന്നപ്പോൾ നല്ല മഴ. അപ്പം ഒരു കുട്ടി ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഗൈസ്, എൻ്റെ അടുത്തുള്ള കുറച്ച് ഹെയർ ബാൻഡ് കളക്ഷൻ കാണിച്ചു തരാം. കുറേയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കുറച്ചൊക്കെ എൻ്റെ നാശമായി പോയിട്ടുണ്ട്. അവിടെ കളിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇതൊരു യെല്ലോ കളറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ റൗണ്ട് കളർ ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു യെല്ലോ കളറാണ്. ഇതൊരു യെല്ലോ കളർ ഹെയർ ബാൻഡ് ആണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഷേപ്പുള്ള കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പിന്നെ ഇത് ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടുവരും. എൻ്റെ സ്കൂളിലാകെ ബ്ലാക്ക് കളറേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറെ എൻ്റെ കയ്യിലുണ്ട് ബ്ലാക്ക് കളറ്. ഇതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു ഇതുണ്ട്. അത് മുടിയിൽ വെക്കുമ്പോ അപ്പൊ നമ്മൾ എന്തെങ്കിലും നാശമാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയാൽ കറക്റ്റ് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളർ. അതൊക്കെ മാറ്റി വെക്കുക ഒരു സ്ഥലത്തേക്ക്. ഓക്കെ, പിന്നെ ഉള്ളത് അതിന്റെ ഇത് കുറച്ച് കട്ടിയുള്ളത്, ഇത് കുറച്ച് തിന്നായിട്ടുള്ള പ്ലെയിൻ തന്നെ ബ്ലാക്ക്. ഇതിനും ഉണ്ട് കേട്ടോ. നമ്മള് ഹെയർ ആക്കുമ്പോ ഹായ് പറഞ്ഞേ. പിന്നെ ഇതൊരു പാർട്ടി വെയർ ടൈപ്പ് റെഡ് കളറാണ്. എനിക്ക് ഇങ്ങനത്തെ ഞാൻ ഈ അടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു റെഡ് കളർ പാർട്ടി വെയർ ഗിൽട്ടാവും. ചില ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അത് ലൈറ്റ് സീക്വൻസിന്റെ ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ്. പിന്നെ എനിക്കൊരു റാബിറ്റിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. റാബിറ്റ് കാണിച്ചേ. ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഈ റാബിറ്റ് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇങ്ങനത്തെ ഒരു റെഡാ. ഏത് കളറാണ് എനിക്ക് ഇഷ്ടമല്ല. ഇത് നമ്മള് ക്രിസ്മസിന് യൂസ് ചെയ്തതാണ് കേട്ടോ. കുറച്ച് ബീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബോയും പിന്നെ ഒരു ഗിൽറ്റ് കളറും ആണ്. ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു റെഡ് കളറ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു മങ്കിനെ പോലത്തെ ഒരു ഹെയർ ബാൻഡ് ആണ്. രണ്ട് ഭാഗത്തും രണ്ട് റൗണ്ട് ഉണ്ട്. ഒരാള് റൂമിന് അപ്പൊ ചീത്ത പറയാണ് മഴയത്ത് പോയിട്ട്. ഇവിടെ മഴ ഉണ്ടായതുകൊണ്ട് അവിടേക്ക് അവള് പോവാണ്. അതെ, നല്ല മനയല്ല. അവിടെ എന്താണ് മല ഉണ്ടായിരുന്നു. നന്നായിട്ട് കോടണ്ട്. നല്ല ഭംഗിയാ. നമുക്ക് കാണിച്ചു കൊടുക്കാം. റൂമിൽ മുച്ചിന്റെ ബാക്കിൽ വന്നിട്ട് അടിക്കുകയൊക്കെ ചെയ്യാൻ. ഇത് പിങ്ക് കളർ. പിങ്ക് കളറാണ്. റൂമിക്ക് വെച്ച് കാണിച്ചു കൊടുക്കാം. ഇത് ആയിട്ടില്ല. നോക്കി രസമുണ്ട് വെച്ച്. സൂപ്പറാണ് വെച്ച്. അടിപൊളിയാണ്. പെട്ടെന്ന് ഊരും. അടുത്തത് ഇങ്ങനത്തെ ബ്ലാക്ക് കളറും യെല്ലോ കളർ ഗോൾഡൻ കളറും നേരെ ഉള്ളതാണ്. നല്ല ഭംഗിയുള്ളതാ. ഒരു ഹെയർ ബാൻഡ് മോഷ്ടിച്ച് പോയിട്ടുണ്ട് ഒരാള്. ഇതാണ് ഒരു ബ്ലാക്കും ഗോൾഡനും ഉള്ളത്. ഇതും ഞാൻ സ്കൂളിലോട്ട് ഇടും കേട്ടോ. ഇതും കുറച്ച് ഭംഗിയുള്ളതായോണ്ട്. പിന്നെ ഭയങ്കര സ്കൂളിലിടാം. ഇങ്ങനത്തെ ഒന്നും അല്ലാത്തത് കൊണ്ട് സ്കൂളിലിടാൻ പറ്റും. അത് കാണിച്ചാൽ അത് നല്ല രസമല്ലേ. അത് നമ്മള്
ഇത് ഞാൻ കാണിക്കാം. അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഒരാൾ പാസ് ചെയ്യുന്നുണ്ടാവും. അതെ, എടുത്തോണ്ട് പോയി. ഓക്കെ, അടുത്തത് ഇതിന്റെ കൂടെ തന്നെ വാങ്ങിച്ചാണ് ഒരു വൈറ്റ് കളർ കേട്ടോ. അതും നല്ലതാണ്, കാണാൻ രസമുണ്ട്. ഇങ്ങനെ പിടിക്കണല്ലേ? ബീൻസ് ആ ബ്ലാക്കിന്റെ കൂടെ വെച്ചുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ രണ്ടെണ്ണം നമ്മൾ ഒരേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഒരേ രീതിയിൽ കിട്ടിയിട്ട് ഒരേ ഡിസൈനിൽ കിട്ടി. ആകെ കളർ മാത്രം മാച്ചിങ് അല്ലത്തുള്ളൂ. പിന്നെ ഉമ്മച്ചി പറഞ്ഞ പോലെ ഇത് ഞാൻ ക്രിസ്മസിന് വാങ്ങിച്ചതാണ്. ഇത് എന്താണ്, 2 മാൻ്റെ കൊമ്പാണ് ഇതിൽ ഒട്ടിച്ചേക്കുന്നത്. ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ക്രിസ്മസ് മാനായിട്ടുണ്ട്. ഇതില് പിന്നെ സ്നോന്റെ ഇതൊക്കെ കാണുന്നില്ലേ, ഒരു സ്നോ കളർ. ഇതാണ് അടുത്ത ഹെയർ ബാൻഡ്. ഓരോന്ന് വെക്കുന്നൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഒരാള്. പിന്നെ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള പിങ്ക് കളറാണ് കേട്ടോ. പിന്നെ ഒരു റാബിറ്റിന്റെ വേറെ കളർ ഉണ്ടായിരുന്നു. യെല്ലോ കളർ ഡാമേജ് ആയിട്ട്. പിന്നെ യെല്ലോ ഇത് ഞാൻ വെച്ചാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. സോഫ്റ്റ് ഉള്ളത് വീട്ടിലിടുമ്പോ നല്ല സുഖം. ഇങ്ങനത്തെ ഒരു ഇത്. ഒരാള് കൊമ്പിടാൻ നോക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ഇതൊരു ബ്ലാക്ക്. ഇത് പിങ്ക് കളറാ? കേക്കാണോ? പിന്നെ ഇതൊരു ബർത്ത്ഡേ ഹെയർ ബാൻഡ് ആണ് കേട്ടോ. കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. ഈ ഒരു ബർത്ത്ഡേന്റെ ഇത് വെച്ചിട്ട് ഇത് കുറച്ച് ഹാപ്പി ബർത്ത്ഡേ. റൂമിന്റെ ബർത്ത്ഡേന്റെ സമയത്ത് റൂമിന്റെ ബർത്ത്ഡേന്റെ. ഓക്കേ, യെസ് യെസ്, ഞാൻ ബർത്ത്ഡേ കളർ. ഓക്കേ. ഇതില് കുറച്ച് സ്റ്റോൺ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓക്കെ. അടുത്തത് പിന്നെ ഈ ഒരു ബ്ലൂ കളറാണ്. ഇതിന്റെ ഈ സൈഡൊക്കെ കണ്ടോ, ഒരു സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചതാണ്. എന്താ ഓക്കെ, അന്ന് അവളെ കേക്ക് മുറിച്ചല്ലോ, അപ്പൊ ഇത് വെച്ചിണ്ടായിരുന്നു. അതിന് അബ്ബനെ സ്റ്റോൺ കളറല്ല, ബ്ലൂ കളറുള്ള സ്റ്റോൺ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതാണ്. ഇത് കുറച്ച് ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയില്. ഇങ്ങനത്തെ ഒരു സ്കുച്ചി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ബാൻഡ്. ഞാൻ ഇരുന്നില്ല. അടുത്തത് പിന്നെ ഇങ്ങനത്തെ ഒരു ഗ്രീൻ റാബിറ്റ്. ചെവിയൊക്കെയുള്ള ക്യൂട്ടായിട്ടുള്ളത്. ഓക്കെ, ഇപ്പം പിന്നുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സ് ഉള്ളത് കേട്ടോ. ഇതും വെറുതെ വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യണം. ഇതും അതേപോലെ തന്നെ നമ്മൾ മുടി ശരിയാക്കാനുള്ള ഇതും അതേപോലെ. ഇത് ഞാൻ ക്രിസ്മസിന് വാങ്ങിച്ച, കൂടുതൽ ക്രിസ്മസിന് വാങ്ങിച്ചാട്ടോ ഉള്ളത്. റെഡും ബ്ലൂവും സ്കിൻ കളറും ആയിട്ടുള്ളത്. ഇത് ഞാൻ വെച്ച് കാണിച്ചുതരാം. ഉണ്ടോ റെഡ് കളർ? അത് യെസ്. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ, ഒരു ക്രീം ഷെയ്ഡാണ്.
അപ്പൊ അതിന്റെ രണ്ടെണ്ണം സെയിം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട് അല്ലേ? രണ്ടെണ്ണം. ഇതും ക്രിസ്മസിന് വാങ്ങിച്ചത് തന്നെയാണ്. ഇതാണ് ക്രിസ്മസിന് വാങ്ങിച്ചത് കേട്ടോ. ഇതാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ കൂടെ റെഡ് കളർ കാണിച്ചല്ലോ, ഇതും രണ്ടും കൂടെ വാങ്ങിച്ച്. പിന്നെ ഈ ബ്രൗൺ കളർ ഉണ്ടായോണ്ട് ഇങ്ങനത്തെ ഒരു രണ്ട് ആ ഡ്രസ്സിന് അന്ന് ഇടാൻ വേണ്ടിട്ടല്ലേ. ഇങ്ങനത്തത്. പിന്നെ നോർമൽ ആയിട്ട് രണ്ടും ബ്ലാക്ക് പ്ലെയിന്. ഇതൊരു സ്റ്റീൽ ടൈപ്പ്. ഇതിന്റെ ഗോൾഡൻ ഉണ്ടായിരുന്നു അല്ലേ? ഗോൾഡൻ ഉണ്ടായിരുന്നില്ല, അല്ല ഇതിന്റെ കൂടെ ഒരു ഗോൾഡൻ ഉണ്ടായിരുന്നു. ഒരു സ്റ്റീൽ ടൈപ്പ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബ്ലാക്ക് കളർ. ഇതൊക്കെയാണ് എൻ്റെ ഹെയർ ബാൻഡ് കളക്ഷൻ. അപ്പോൾ എനിക്ക് എന്താണ് വളമാലയൊന്നും ഇഷ്ടമല്ല, എനിക്ക് കൂടുതൽ ഇഷ്ടം ഹെയർ ബാൻഡാണ്. ഇതാണ് എൻ്റെ ഹെയർ ബാൻഡ് കളക്ഷൻ. ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ഹെയർ ബാൻഡ് കളക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.